ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ്. ഈ മെൻസ്ട്രൽ കപ്പ് ഞാൻ മേടിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. കൂടാതെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ സൈസും മറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അത് മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ല സെക്യൂർഡായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഇതുപോലത്തെ മെൻസ്ട്രൽ കപ്പാണ് മേടിച്ചിരിക്കുന്നത് എന്നുള്ളത്. സിൽക്കി കപ്പ് എന്നൊരു ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതിന് എനിക്കൊരു 300 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു കപ്പിന് ഇതിനേക്കാളും വിലക്കുറവിലാണ് കേട്ടോ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ്. ഈ കപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ കപ്പ് പൊളിയാണ് കേട്ടോ. മറ്റേ പൊളിയെന്നല്ല ഉദ്ദേശിച്ചത്, തല്ലിപ്പൊളി എന്നല്ല കേട്ടോ, അട്ടിപ്പൊളി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതൊക്കെ മുന്നേ ഞാൻ ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബിലെ വീഡിയോ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് അപകടകരമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ സംശയങ്ങളും തെറ്റിദ്ധാരണകളൊക്കെയാണ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യും കേട്ടോ. ഭയങ്കര നെർവസ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതൊന്ന് ക്ഷമിക്കുക. എന്തുകൊണ്ടും നമ്മൾ പാഡ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു പ്രൊട്ടക്ഷനും സെക്യൂർഡൊക്കെ കിട്ടുന്നത് എനിക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പിൽ നിന്നാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സൈസും കറക്റ്റായിരിക്കണം. പിന്നെ നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനും നല്ല കറക്റ്റായിട്ട് രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെക്യൂർഡും പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. അതില്ലാന്നുണ്ടെങ്കിൽ പണി പാളും. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ മെൻസ്ട്രൽ കപ്പിൻ്റെ അളവ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് മേടിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവും 30 വയസ്സ് കഴിഞ്ഞവർക്ക് ലാർജും 30 വയസ്സ് താഴെയുള്ളവർക്ക് മീഡിയം എന്നൊക്കെ. അപ്പോൾ അതൊരിക്കലും എല്ലാവർക്കും സൂട്ടായിക്കൊള്ളണമെന്നില്ല. ഒരിക്കലും നമ്മൾ അതിൻ്റെ ഏജ് ബാർ നോക്കിയിട്ട് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് സൂട്ടായിന്ന് വരില്ല. ഓരോരുത്തർക്ക് ഓരോ കേസായിരിക്കില്ല. ചിലർക്ക് സി സെക്ഷൻ ആയിരിക്കാം, അതായത് സിസേറിയൻ. അല്ലാത്തവർക്ക് നോർമൽ ഡെലിവറി ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വജൈനയുടെ ആ ഒരു സൈസ് വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് അത് കുറച്ച് ലാർജ് ആയിരിക്കും, ചിലർക്ക് അതൊരു മീഡിയം ടു സ്മോൾ സൈസൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വേണം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഞാനിതുപോലെ അതിൻ്റെ മുകൾ ഭാഗം മടക്കി പിടിച്ച് നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മടക്കി ഇതുപോലൊരു ഷേപ്പാക്കി വെക്കുകയാണ്. ഇനി നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തുറന്ന് ഓപ്പണായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല, സെക്യൂർഡായിട്ട് തന്നെ ഇരിക്കുന്നത്. നേരെ മറിച്ച് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിലൂടെ നമ്മുടെ ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പണായി ഇരിക്കാൻ തക്ക വിധത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ കപ്പിൻ്റെ മുകൾ ഭാഗത്തൊന്ന് നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പതുക്കെ താഴോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടും. ഈ ഒരു ഷേപ്പായിരിക്കും നമുക്ക് മിക്കവർക്കും ഈ ഒരു ഷേപ്പ് സൂട്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പലതരം ഷേപ്സ് ഉണ്ട്. സി ഷേപ്പിൽ നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം, പിന്നെ 7 ഷേപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷേപ്സ് ഉണ്ട്. ഷേപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പാണ്. ഇത് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു പക്ഷം നമ്മൾ വെച്ചത് ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കപ്പിൻ്റെ താഴ്ഭാഗം നമ്മളൊന്ന് തിരിക്കുകയാണെങ്കിൽ യാതൊരു പ്രയാസം കൂടാതെ ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പ് വെച്ചിരിക്കുന്നത് ശരിയായ രീതിയിലാണെന്ന് മനസ്സിലാക്കാം. അല്ല, ഈ കപ്പ് തിരിക്കുന്ന സമയത്ത് ഈ കപ്പ് പ്രയാസപ്പെട്ടാണ് തിരിയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന രീതി തെറ്റായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തിരിക്കുന്ന ഈ സമയത്ത് തന്നെ ചിലപ്പോൾ ഈ കപ്പ് ഓപ്പൺ ആയിന്ന് വരും കേട്ടോ. കറക്റ്റായിട്ട് ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പൺ ആവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി തിരിച്ച് നോക്കുക. എന്നിട്ടും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കപ്പിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ രീതിയിൽ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ കപ്പിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഈ കപ്പ് മേടിച്ച് ഫസ്റ്റ് യൂസ് ചെയ്യണേക്ക് മുന്നേ ഈ കപ്പ് നന്നായിട്ട് ഒരു 20 മിനിറ്റ് മാക്സിമം
ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 20 മിനിറ്റെങ്കിലും മാക്സിമം കൂടിപ്പോയി ഒരു 20 മിനിറ്റ് കേട്ടോ. അതെന്തായാലും ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്. ഒരു 20 മിനിറ്റെങ്കിലും എന്ത് സിലിക്കൺ കപ്പാണെങ്കിലും മറ്റേ ഏത് ടൈപ്പ് കപ്പാണെങ്കിലും കൂടി നമ്മളൊരു 20 മിനിറ്റെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിം ആക്കി ഇടരുത് കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിം ആക്കി ഇടാം. അതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിം ആക്കി ഇടാം. അപ്പോൾ ആരും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഈ മെൻസ്ട്രുവൽ കപ്പിനെ ഇട്ട് ബോയിൽ ചെയ്യരുത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതൊരു ഫസ്റ്റ് യൂസിലാണ് കേട്ടോ ഈ ഒരു 20 മിനിറ്റിൻ്റെ ആ ഒരു ഇത് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്തിടാം. നമ്മൾ ഈ ഒരു കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളിത് പുറത്തേക്ക് എടുക്കുന്ന സമയത്തും നമ്മുടെ കൈകൾ നല്ലവണ്ണം വൃത്തി വേണം കേട്ടോ. വൃത്തിയില്ലാതെ ഒരിക്കലും ഈ കപ്പ് പോയി തൊടരുത്. വൃത്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. വേറെ ഒന്നുമല്ല, നമ്മളിത് ഇൻസേർട്ടാണ് ചെയ്യുന്നത്, പുറത്ത് വെക്കുന്ന കാര്യമല്ല. ഇത് നമ്മളെ ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം ക്ലീനായിട്ടും നല്ല വൃത്തിയോടെ ആയിട്ട് തന്നെ നമ്മളിതിനെ സമീപിക്കണം. ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ മുട്ടം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ക്ലീനായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടാകാം 8 മണിക്കൂർ മുതൽ നമുക്ക് 12 മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാം എന്നുള്ളത്. ദയവ് ചെയ്ത് ആരും ഇത് 12 മണിക്കൂർ വരെയൊന്നും വെച്ചേക്കരുത് പ്ലീസ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചിലപ്പോൾ ലീക്കൗട്ട് ആവുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ നമ്മളിത് നമ്മുടെ ശരീരത്തിനകത്താണ് വെച്ചിരിക്കുന്നുള്ള ചിന്ത നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ 12 മണിക്കൂർ വരെയൊന്നും ആരും പോകരുത്. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഇത്ര മാത്രം നിങ്ങൾ വെച്ചാൽ മതി. അത് കഴിഞ്ഞ ശേഷം നമുക്കിതെടുത്ത് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വയ്ക്കാം. ഓക്കെ, അല്ലാതെ തുടർച്ചയായിട്ട് ഇങ്ങനെ 12 മണിക്കൂറൊന്നും ആരും ഇത് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും നല്ല വൃത്തി വേണം. ഏത് വെള്ളത്തിലിട്ടും നമുക്കിത് കഴുകിയെടുക്കാൻ പറ്റുകയില്ല. നല്ല വൃത്തിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കഴുകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പുറത്തൊക്കെ പെട്ടു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അവിടുത്തെ വെള്ളം എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുന്ന സമയത്തും നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വെള്ളം എത്രത്തോളം ക്ലീൻ ആണെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. ഇനിയിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളൊരു കുപ്പിയിൽ വെള്ളം കയ്യിൽ കരുതുക. ഇല്ല നിങ്ങൾക്കതിങ്ങനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ പിടിക്കാം. എന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നമുക്കിത് വീണ്ടും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ടൈമിലും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്ന ആ സമയത്തും നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ബോയിൽ ചെയ്ത് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ് ബോയിൽ ചെയ്ത ശേഷം ഇത് നല്ലൊരു വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വൃത്തിയോടെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സെക്യൂർ ആൻഡ് പ്രൊട്ടക്ഷൻ വേറെ മറ്റൊന്നിലും തന്നെ എനിക്ക് കിട്ടും തോന്നുന്നില്ല. അത്രയ്ക്കും സേഫ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് തന്നെയാണ് ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ്. പക്ഷേ വൃത്തിയോടെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഈ മേൽപ്പറഞ്ഞ സേഫ്റ്റിയും സെക്യൂറും പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഈ ഒരു കപ്പിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം കേട്ടോ. ഓടാം, ചാടാം, ഡാൻസിങ്, സ്വിമ്മിങ്, എക്സസൈസ്, അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. അത് ചെയ്തു എന്ന് വെച്ചിട്ട് ഈ കപ്പ് താഴോട്ട് പോരുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ വെച്ച പോലെ തന്നെ നമ്മൾ വെച്ച രീതി ശരിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അത് സീലായിരിക്കും. ഒരിക്കലും അത് നമ്മൾ ഈ ചെയ്യുന്നത് പോലും താഴോട്ട് പോരുകയില്ല. പാഡ്സും ടാമ്പോൺസും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു കപ്പിനോടാണ് കേട്ടോ. ഞാൻ ഈ മെൻസ്ട്രുവൽ കപ്പിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.